ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇതാ വേങ്ങേരി അയ്യപ്പവിളക്ക് കാണാൻ വേണ്ടി പോവുകയാണ്. അന്നപ്പം ഇതാ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. താലപ്പൊലീൻ്റെ ആ ഒരു സമയമാണ്. താലപ്പൊലി എത്തിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ബ്ലോക്കാണ്. അപ്പോൾ വണ്ടി അവിടെ വെച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നടന്നതാണ്. വേങ്ങേരി ബൈപ്പാസ് അവിടെ ആ സ്ഥലത്താണ് കേട്ടോ അയ്യപ്പവിളക്ക് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് താലപ്പൊലി എത്തിയിട്ടേ ഉള്ളൂ തോന്നുന്നുണ്ട്. നല്ല തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ട് കിടക്കാണ്ട് പ്രധാനം നിന്ന് പിന്നെ പോവാൻ വിചാരിച്ചു. അത്രയും തിരക്ക്, അങ്ങോട്ട് കിടക്കാനേ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് നിന്നിട്ടോ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടീനെ കണ്ട്. അപ്പോൾ അവളോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞേരം പിന്നെ അവൾ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ആൾ ഒഴിഞ്ഞെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടോ. പാമ്പാടി രാജനായിരുന്നു എഴുന്നള്ളത്തിന് വന്നത്. വരവിന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ വീടിൻ്റെ മുന്നിൽ കൂടി ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ നന്നായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തലയെടുപ്പുള്ള ഒരു ആനേനെയാണ്. നല്ല തിരക്കാണ്. എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചാരുട്ടിക്ക് ആനനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇതൊക്കെ നോക്കി നിന്നിട്ട് കൂടുതൽ നേരമൊന്നും നോക്കി നിന്നില്ല. ചാരിറ്റി സമ്മതിക്കില്ല, പിന്നെ ഒക്കെ ഇറങ്ങണം, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. പിന്നെ അവിടെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ചാരു സാധനം എവിടെയെന്നാണ് കേട്ടോ ചോദിക്കുന്നത്. കളൊക്കെ കണ്ട് അപ്പോൾ കുറച്ച് മിഠായി അവിടെ നിന്ന് വാങ്ങി. കൂടുതൽ വാങ്ങിച്ചില്ല, വീട്ടിലാർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ എനിക്കിഷ്ടമാണ്, മോനും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങി. പിന്നെ ടോയ്സൊക്കെ ഇങ്ങനെ നോക്കിയാലും ഇങ്ങനെ നടന്ന് ചാരുട്ടി അപ്പോഴേക്കും ഉറങ്ങിപ്പോയിട്ടോ. കാർത്തിക്കുട്ടന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത്. ഇപ്പോൾ ഇതാ മുളക് ബജിയും കോളിഫ്ലവർ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോളിഫ്ലവർ പൊരിച്ചൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു.